ദില്ലിയിൽ കാലാവധി പൂർത്തിയാക്കിയ വാഹനങ്ങൾ പെട്രോൾ പമ്പുകളിലെത്തിയാൽ ഇനി സൈറൺ മുഴങ്ങും. ഉടൻ പോലീസുകാരെത്തി വാഹനം പിടികൂടി ഉടമയ്ക്ക് ഫൈനും ചുമത്തും. മലിനീകരണം കുറയ്ക്കാനുള്ള നിയമം ഇന്നു മുതൽ ദില്ലിയിൽ പ്രാബല്യത്തിലായി. 10 വർഷം പൂർത്തിയാക്കിയ ഡീസൽ വാഹനങ്ങൾക്കും 15 വർഷം പൂർത്തിയാക്കിയ പെട്രോൾ വാഹനങ്ങൾക്കുമാണ് നിയമം ബാധകമാവുക. ദില്ലിയിൽ നിന്ന് ആദിൽ പാലോടിന്റെ റിപ്പോർട്ട്. ദില്ലിയിൽ കാലാവധി പൂർത്തിയാക്കിയ വാഹനങ്ങൾക്ക് ഇനി മുതൽ പെട്രോളോ ഡീസലോ പമ്പുകളിൽ നിന്ന് ലഭിക്കില്ല. ആ നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിലുണ്ട്. നമ്മൾക്ക് കാണാം, ഇവിടെ എത്തിയിരിക്കുന്ന വാഹനങ്ങളൊക്കെ വർഷം കഴിയാത്ത എക്സ്പയർ ആത്ത വാഹനങ്ങൾക്ക് മാത്രമേ ഇനി മുതൽ ഇവിടെ നിന്നും ഈ പമ്പുകളിൽ നിന്നും പെട്രോൾ നൽകാനാകൂ എന്നുള്ളതാണ് ഇന്നും വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നിയമം. വായു ഗുണനിലവാര കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഗതാഗത വകുപ്പും ദില്ലി പോലീസും ചേർന്നാണ് നിയമം നടപ്പാക്കുന്നത്. വാഹനങ്ങളിൽ നിന്നുള്ള പുകയും മലിനീകരണവും കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ പൊളിച്ചു കളയണം അല്ലെങ്കിൽ മാറ്റണം എന്നതടക്കമുള്ള നിയമം നേരത്തെ തന്നെ ഉള്ളതാണ്. എല്ലാ പമ്പുകളിലും ഇപ്പോൾ ജൻപത്തിലെ ഒരു പമ്പിലാണ്. ഇവിടെ തന്നെ പല ഭാഗങ്ങളിലായി ഇങ്ങനെ ഒരു സ്റ്റിക്കർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഒരു അറിയിപ്പ് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നിന്നും 15 വർഷം പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾ, 10 വർഷം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾ, അതിന് 1/7/2025 മുതൽ എണ്ണ നൽകില്ല, ഫ്യൂവൽ അടിക്കാൻ കഴിയില്ല എന്ന നിർദ്ദേശം ഇവിടെ കാണാം. ഇതെങ്ങനെയാണ് ഇത് ആളുകൾ അതിലേക്ക് എത്തുക എന്നുള്ളത് നമ്മൾ പരിശോധിച്ചിരുന്നു. നമുക്കിവിടെ ഒരു ക്യാമറ കാണാനാകുന്നുണ്ട്. ഈ ക്യാമറ കണ്ണൻ പ്രസിഡന്റ് ദൃശ്യങ്ങൾ കാണിച്ചാൽ ഈ ക്യാമറയിൽ എത്തുന്ന വാഹനങ്ങൾ, ഇവിടെ ഇതുവഴി കടന്നു പോകുന്ന വാഹനങ്ങൾ ഈ ക്യാമറയിൽ പെടും. ക്യാമറയിൽ പെടുന്ന വാഹനങ്ങൾ, ആ വാഹനങ്ങൾ ഈ കാലാവധി കഴിഞ്ഞ വാഹനങ്ങളാണെങ്കിൽ അപ്പോൾ തന്നെ ഒരു സൈറൻ മുഴങ്ങും എന്നുള്ളതാണ്. ഈ വാഹനം കാലാവധി കഴിഞ്ഞ വാഹനമാണ് എന്ന് ഈ ക്യാമറയിൽ പതിഞ്ഞ ശേഷം അതൊരു സൈറനായി വരും. അപ്പോൾ തന്നെ ഇവിടുത്തെ പമ്പിലെ ജീവനക്കാർ അക്കാര്യങ്ങൾ എഴുതി ശേഖരിക്കുകയും പിന്നീട് പോലീസ് സമീപത്ത് നിൽപ്പുണ്ട്. ഉടൻ തന്നെ ആ വാഹനം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള നടപടികളാണ്. ബൈസ, ये नया कानून कैसे चलते हैं? गाड़ी आएगी 10 साल 15 साल पुरानी, कैमरे में फोटो स्कैन होगा, आवाज़ करेगा, सायरन करेगा। हाँ सायरन। उसके बाद गाड़ी को पेट्रोल हम नहीं देंगे, फिर ट्रैफिक वाला है वो आएगा, गाड़ी को सीज करेगा. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. മലിനീകരണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ദില്ലിയിൽ പുതിയ നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിലായിരിക്കുന്നത്. ജൻപത്തിലെ ഒരു പെട്രോൾ പമ്പിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്നനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട് ഇൻ റിപ്പോർട്ടർ, ദില്ലി. അപ്പോൾ പഴയ വാഹനങ്ങളുമായിട്ട് പോയാൽ പണി കിട്ടുമെന്നുള്ളത് ദില്ലിയിലിരിക്കുന്നവർക്കൊക്കെ മനസ്സിലായി കാണുമല്ലോ അല്ലേ?